കരങ്ങളെ രണ്ടും ഉയർത്തിപ്പിടിച്ചു യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ജീവന്റെ ജീവനാണേ, പ്രാണന്റെ പ്രാണനാണേ. ജീവന്റെ ജീവനാണേ, പ്രാണന്റെ പ്രാണനാണേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഈ പകലിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ വാഴ്ത്തുവാൻ ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉണ്ടാകണം കർത്താവേ. രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ നടുവിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ചെയ്ത കർത്താവേ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ കർത്താവേ, കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിനകത്ത് ജനമായിരിക്കും. കടന്നു വരാനുള്ളവരെല്ലാം കർത്താവേ, ഇന്ന് പകലിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ്, വാഴ്ത്തുകയാണ്. കർത്താവേ, ഈ പകലിൽ രോഗികളായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് കുരുക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഈ പകലിൽ അവർ അതിനകത്തു നിന്ന് സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേഗത്തിൽ ഒരു വചനത്തിലോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 11-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 11-ാം വാക്യമാണ്. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ആമേൻ. ആരാ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുന്നത്? ഗർഭം മുതൽ മുടന്തനെന്ന് പേര് പറഞ്ഞ, ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ, കഴിഞ്ഞ 40ഓളം വർഷങ്ങൾ നിലത്തിരിക്കുകയും ആരുടെയെങ്കിലും സഹായം കൂടാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ, ആമേൻ, യേശുവിൻ്റെ നാമം വഹിച്ച അപ്പോസ്തലന്മാരായ
പത്രോസും യോഹന്നാനിൽ കൂടെയും കർത്താവ് തന്നെ സൗഖ്യമാക്കി. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ നാളുകളിൽ ആരെങ്കിലും രോഗികളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ തൊടും, രോഗികൾ സൗഖ്യമാകും. ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. രോഗികൾ സൗഖ്യമാകും. എങ്ങനത്തെ രോഗികളാ? ഗർഭം മുതൽ മുടന്തൻ എന്ന് പറഞ്ഞ, ഒന്നും കൂടെ പറഞ്ഞാൽ ഇനി അവൻ്റെ ലൈഫിൽ എന്തില്ല, ഒരു സാധ്യതയില്ല. ആമേൻ. 40ഓളം വർഷം കഴിഞ്ഞു, അവൻ്റെ നല്ല കാലം എന്ത് ചെയ്തു? തീർന്നു പോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല കാലം തീർന്നു പോയി. ആ നല്ല കാലം തീർന്നു പോയെന്ന് പറഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ നിന്റെ സമയമൊക്കെ തീർന്നു പോയെന്നൊക്കെ പറഞ്ഞ, ആമേൻ, ഇനി ഒരു സാധ്യതയ്ക്ക് ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവനും സ്വയം വിചാരിച്ചു ഇനി സാധ്യതയില്ല. ലോകവും പറഞ്ഞു, അവനും പറഞ്ഞു സാധ്യതയില്ല. പക്ഷേ കർത്താവിൻ്റെ അഭിഷക്തന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നിനക്ക് സാധ്യതയുണ്ട്. ആമേൻ പറ, ആമേൻ പറ. അങ്ങനെ ആർക്കൊക്കെ ആ സാധ്യത വേണ്ടത്? എൻ്റെ ലൈഫിനകത്ത് ഇനി സാധ്യത ഇല്ല എന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ സാധ്യതയ്ക്കായി ഇന്ന് പകലിൽ ആരൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ മേൽ കർത്താവിന് എപ്പോഴും ഒരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാധ്യത എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആമേൻ. അതിനൊരു ടൈമുണ്ട്. ആമേൻ. പക്ഷെ റൈറ്റ് ടൈമിനകത്ത് കർത്താവിൻ്റെ സാധ്യത വെളിപ്പെട്ടു. ആ സാധ്യതയ്ക്കകത്ത് അടുത്തത് എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? ആണല്ലോ. സൗഖ്യം പ്രാപിച്ചു. എന്നെ ശ്രദ്ധിക്കണേ. സൗഖ്യം പ്രാപിച്ചു. എന്ന സൗഖ്യം പ്രാപിച്ചവൻ അടുത്ത വചനത്തിൽ കാണുകയാണ്, സൗഖ്യം പ്രാപിച്ചവൻ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം കാരണമായി തീർന്നവരോട് ചേർന്ന് നിന്നു. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. രോഗിയായിരുന്നു, സാധ്യതയില്ലെന്ന് പറഞ്ഞു. കർത്താവ് തൻ്റെ സാധ്യത വെളിപ്പെടുത്തി കാണിച്ചു. ആ സാധ്യതയ്ക്കകത്ത് അവൻ രോഗമായിരുന്നവൻ രോഗത്തിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ അടുത്ത വചനം പറയുകയാണ്, പുറത്തു വന്നവൻ പുറത്താരാണോ കൊണ്ടുവന്നത് അവരോട് ചേർന്ന് നിന്നു. ആമേൻ പറ, ആമേൻ. ആരോട് ചേർന്ന് നിന്നു? ആരാണോ അതിന് കാരണക്കാരായിരുന്നത് അവരോട് ചേർന്ന് നിന്നു. ആമേൻ. ചേർന്ന് നിന്നപ്പോൾ അടുത്ത വചനം പറയുകയാണ്, അവൻ ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. കണ്ടോ? അവൻ ചേർന്ന് നിന്നപ്പോൾ ജനമെല്ലാം ആരുടെ അടുക്കൽ ഓടിക്കൂടി? അവൻ പറഞ്ഞാട്ടെ. എവിടെ നിന്നാണോ അവന് സൗഖ്യം കിട്ടിയത്, ആ സൗഖ്യം കിട്ടിയെടുത്ത് അവൻ ചേർന്ന് നിന്നപ്പോൾ ആ ചേർന്ന് നിൽക്കലിൽ ജനം ഓടിക്കൂടി. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ ഒരൊറ്റ സൗഖ്യം മതി ജനം ഓടിക്കൂടാൻ. നിന്റെ ഒറ്റ വിടുതൽ മതി ജനം ഓടിക്കൂടാൻ. ആമേൻ പറ. ഹല്ലേലൂയ. നമുക്ക് ദൈവം സൗഖ്യം തരുന്നത് എന്തിനാ? ദൈവം നമുക്ക് എന്തിനാ വിടുതൽ നൽകുന്നത്? ദൈവം എന്തിനാ നമ്മിൽ വേഗത്തിൽ ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യുന്നത്? ഒറ്റ കാര്യം, നാം മുഖാന്തരം അനേകർ ദൈവരാജ്യത്തിൽ ഓടിക്കൂടണം. ആമേൻ പറ. ഓടിക്കൂടണമെന്ന് മോളെ, ഓടിക്കൂടണം. ഞാൻ മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ ഞാൻ മുഖാന്തരം അനേകർ ദൈവരാജ്യത്തിനകത്തേക്ക് ഓടിക്കൂടണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടന്നെങ്കിൽ ഞാൻ കാരണം ജനം ഓടിക്കൂടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൺലൈനിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ അസാധാരണമായ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നമ്മളിൽ കർത്താവ് ഒരു വിടുതൽ നൽകിയെങ്കിൽ ഒറ്റ മനുഷ്യനല്ല ചേർന്ന് നിന്ന് 40 വർഷം കൊണ്ട് തന്നെ നോക്കി ലോകം പറഞ്ഞത് എന്താ? സാധ്യതയില്ലെന്ന്. സാധ്യതയില്ലെന്ന് പറഞ്ഞിടത്ത് സാധ്യത വെളിപ്പെടുത്തി ആ സാധ്യതയ്ക്കകത്തൂടെ അവൻ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നവൻ എങ്ങോട്ടും പോയില്ല.
ആമേൻ പറ. ആരാണോ ആ സാധ്യതയ്ക്ക് വഴി ഒരുക്കിയത് കൂടെ നിന്നു. ആമേൻ പറ. കൂടെ നിന്നു. കൂടെ നിന്നപ്പോ എന്ത് സംഭവിച്ചു? അവൻ ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ജനം ഓടിക്കൂടി. ഹല്ലേലൂയ. ഈ സീസണിൽ ജനം ഓടിക്കൂടാൻ പോവുകയാണ്. ആമേൻ പറ. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വചനമായി ഇത് സംസാരിക്കുന്നേ. കർത്താവാ സംസാരിക്കുന്നേ. ആമേ. ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ദൈവ ശബ്ദമായി ഇറങ്ങി വരുന്നേ. ആമേ ആമേ. ഞാൻ എപ്പോഴും പറയും, ദൈവശബ്ദത്തോട് എങ്ങനെ പ്രതികരിക്കണം? എങ്ങനെ പ്രതികരിക്കണം? നമ്മുടെ ആധരങ്ങളെ തുറന്ന് അതിനോട് പ്രതികരിക്കണം. കരങ്ങളെ തട്ടി അതിനോട് പ്രതികരിക്കണം. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നോക്കിക്കേ, ഈ മനുഷ്യൻ ഗർഭം മുതൽ മുടന്തനെന്ന് പറഞ്ഞ വ്യക്തി അവൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വചനം എന്താ പറഞ്ഞേ? ഒന്ന് വായിച്ചേ. അവിടെയല്ല 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 7-8. മതി. 1. അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അടുത്ത വചനം, അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. എന്ത് ചെയ്തു? അവൻ നടക്കണം. ഒന്നാമത് നമ്മൾ എന്താ? നമ്മൾ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ആമേൻ പറ. നമ്മൾ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് വെളിപ്പെടുത്തണം. 2, കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി. ആമേൻ പറ. എന്താ പറഞ്ഞേ? നടന്നും. എങ്ങനെയാ തുള്ളുന്നേ? എങ്ങനെയാ തുള്ളുന്നേ? എങ്ങനെയാ തുള്ളുന്നേ? എങ്ങനെയാ തുള്ളുന്നേ? നമ്മൾ തുള്ളു അല്ലേ? തുള്ളുവോ? തുള്ളുവോ? പറ, തുള്ളുവോ? തുള്ളണോ? എന്തുകൊണ്ട് തുള്ളണം? ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടി. ആരെ പുകഴ്ത്താനാകരുത്? മനുഷ്യനെ പുകഴ്ത്താനല്ല, ദൈവത്തെ പുകഴ്ത്താൻ. ആമേൻ. ഇന്ന് പകരം നിങ്ങൾ റെഡിയാണോ? അതിന് റെഡിയാണോ? എന്തോ ഭയങ്കരമായ ദൈവപ്രവർത്തികൾ ചില ഭവനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനോട് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കോ. വേണ്ടവർ അതിനോട് പ്രതികരിച്ചു തുടങ്ങിക്കോ. ഉടബ ശന്ധല വർദ്ധല ഉടബ റിഗക്ഷലാദല ഘടകമനം ഉടകര ഘടകദല ഘടകമന ധുര ഘടകമന തിരിവിൽ ഖമന ഘടക ജലദല ഘടകമന തിരിവിരിയാന്തരേ റഖലാദര ഘടകമന ദല ഘടകമന ദര ഘടകമന. പിശാച് നിന്നെ ഒതുക്കി വെച്ച് നിന്റെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിനങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ ദൈവ സന്നിധിയിൽ വരുമ്പോൾ സാധ്യമെന്ന് പറഞ്ഞെടുത്ത് സാധ്യതകളെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ സാധ്യതകളുടെ നടുവിൽ നിന്റെ ലൈഫ് എവിടെ കുരുങ്ങിപ്പോയോ ആ കുരുക്കപ്പെട്ട ഇടത്തു നിന്ന് കർത്താവ് നിന്നെ വലിച്ചെഴുന്നേൽപ്പിച്ച ഈ പകലിൽ നിന്നെ വലിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു പകലാണ്. നാസറേനായ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കുക. ഉടകര ഘടകമന ധുര ഘടകമന ധല ഘടകമന ധിരിവിരിയാന്തര യെസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിന്നു. എങ്ങനെ ചേർന്ന് നിന്നു? അവൻ ദൈവസന്നിധിയിൽ ദൈവം നൽകിയ വിടുതൽ കണ്ട് അത് അനുഭവിച്ചിട്ട് ആ അനുഭവത്തിനകത്ത് നിന്ന് കർത്താവിനെ പുകഴ്ത്തിയും ആരാധിച്ചും കൊണ്ട് ആരുടെ കൂടെ ചേർന്ന് നിന്നു? പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിന്നു.
ഹല്ലേലൂയ. നോക്കിക്കേ, വചനം പറയുന്നു, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു. ആമേൻ, ആമേൻ. അപ്പൊ എന്ത് പൂണ്ടു എന്നാ പറഞ്ഞത്? വിസ്മയം, അതിശയം പൂണ്ടത്. അപ്പൊ നമ്മുടെ ഓരോ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കാനുള്ളതാണ്. പറ ആമേൻ, പറ മോളെ. നിന്റെ വിടുതല് അത് അനേകരെ വിസ്മയിപ്പിക്കാനുള്ളതാണ്. ആമേൻ, പറ. നിന്റെ രോഗസൗഖ്യങ്ങൾ അനേകരെ വിസ്മയിപ്പിക്കേണ്ടതാണ്. നീ ഇനി പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ് പിശാചും മനുഷ്യനും വെല്ലുവിളിച്ചപ്പോൾ അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് അനേകർ ആ വിടുതലിനെ കണ്ട് വിസ്മയിക്കാനാണെന്ന്. ഇന്ന് പകലിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ലൈഫ് ലോക ജനതയുടെ മുമ്പിൽ വിസ്മയമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങേ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ആമേൻ. ഒന്നാമത് നമ്മളത് നടന്ന് കാണിക്കണം. ആമേൻ, പറ. ഒരു വിടുതൽ കണ്ട ആദ്യം എന്ത് ചെയ്യണം? നമ്മളത് വിശ്വാസത്തോടെ അതിനെ കാണിച്ചു കൊടുക്കണം. ആമേൻ, പറ. 2, നമ്മൾ ആലയത്തിനകത്ത് ദൈവത്തെ പുകഴ്ത്തണം. എങ്ങനെ പുകഴ്ത്തും? കരങ്ങളെ തട്ടിയാണെങ്കിലും, ശബ്ദം ഉയർത്തിയാണെങ്കിലും, തുള്ളിക്കൊണ്ടാണെങ്കിലും. കാരണം എക്സ്പീരിയൻസ് എനിക്കാ കിട്ടിയേക്കുന്നേ. ആർക്കാണോ എക്സ്പീരിയൻസ് കിട്ടിയത് അവൻ എന്ത് ചെയ്യണം? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മൂന്നാമതായിട്ട്, എവിടെയാണോ അവന് വിടുതൽ കിട്ടിയത്, എവിടെ നിന്നാണോ അവന് സൗഖ്യം വന്നത്, അവരോട് ചേർന്ന് നിൽക്കണം. ആമേൻ, പറ. ചേർന്ന് നിൽക്കണം. അടുത്ത വചനം പറയുക, ചേർന്ന് നിന്നാൽ നീ വിസ്മയമാകും. ആമേൻ, പറ. ആരാ? ഞാൻ വിസ്മയമാകും. നിങ്ങൾ. ആമേൻ. ലോകം പറയും ഇത് ആശ്ചര്യമായിരിക്കുന്നു. ഓ, ആമേൻ. അങ്ങനെ വിസ്മയം പൂണ്ട് ഈ ജനം ഓടിക്കൂടി. പറ, നമ്മൾ മുഖാന്തരം ദൈവരാജ്യത്തിനകത്തേക്ക്, ദൈവസഭയിലേക്ക്, അഭിഷക്തന്മാരുടെ അടുക്കലേക്ക് ജനം ഓടിക്കൂടണം. ആമേൻ, പറ. ആമേൻ. കാരണം ഞാനാ വിടുതൽ പ്രാപിച്ചത്, ഞാനാ വിടുതൽ പ്രാപിച്ചത്, ഞാനാ സൗഖ്യം പ്രാപിച്ചത്. ആമേൻ. ജനം ഓടിക്കൂടി. ആമേൻ. എന്നാൽ എൻ്റെ സബ്ജക്റ്റ് ഇതല്ല. ഞാൻ ആ ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ അടുത്ത ആഴ്ചകളിലേക്ക് കടക്കും. ഞാനിതൊരു ബേസായിട്ട് പറഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ അടുത്ത ആഴ്ചകളിലേക്ക് കടക്കും. ഇതിൻ്റെ ഏരിയകളെ കർത്താവ് വിശാലമായി തുറന്നു തരും. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം ഞാൻ തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സംഭവിക്കണമെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ മേൽ സംഭവിക്കണമെങ്കിൽ അപ്പോസ്തലനായ പത്രോസും യോഹന്നാന്റെ മേൽ ഒരു ദൈവത്തിന്റെ വിഷൻ ഉണ്ടായിരുന്നു. ആമേൻ, പറ. എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ വിഷൻ. വിഷൻ, അതാ എൻ്റെ സബ്ജക്റ്റ്. എന്താ വിഷൻ? നമുക്കെല്ലാവരുടെ മേൽ എന്തുണ്ട്? ദൈവത്തിന്റെ ഒരു വിഷനുണ്ട്. ഈ വിഷൻ നമുക്ക് അറിയാമോ? എൻ്റെ വിഷൻ എന്താണെന്ന്, എൻ്റെ മേലുള്ള ദൈവത്തിന്റെ വിഷൻ എന്താണെന്ന് നമുക്കറിയാമോ? അറിയാമോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വിശ്വാസികൾക്കപ്പുറം നമ്മൾ ആരാ? ശിഷ്യന്മാരാ. ലോകത്തിന്റെ അറ്റത്തോളം പോയിട്ട് നിങ്ങൾ എന്താകണം എന്ന് പറഞ്ഞ്? ശിഷ്യന്മാരെ. അപ്പോസ്തലപ്രവൃത്തി പറയുന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. വിശ്വാസികളുടെ എണ്ണം പെരുകി എന്നല്ല,
ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. നമ്മൾ ആരാ അപ്പോ? പറ. ശിഷ്യന്മാരാ. ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിന്റെ ഒരു വിഷനുണ്ട്. ആമേൻ. ഈ നാളുകളിൽ സഭ നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിഷനെ തിരിച്ചറിയണം. ദൈവത്തിന്റെ വിഷനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മൂവ് ചെയ്താൽ ആ വിഷനകത്ത് ഗർഭം മുതൽ മുടന്തെന്ന് പറഞ്ഞതും അസാധ്യമെന്ന് പറഞ്ഞിടത്തും നമ്മിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. നമ്മിൽ കൂടെ കൂട്ടമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. നാം മുഖാന്തരം അനേകരെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. അതിന് നമ്മൾ റെഡിയാണോ? ആമേൻ. ആമേൻ. ഒന്ന് വേഗത്തിൽ ഒരു വചനം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. ആ ആ ആ ആ ആ ആ ആ ആ മതി. ഇനി എന്നെ ശ്രദ്ധിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ കൂടെ യേശു കർത്താവ് തെരഞ്ഞെടുത്തതല്ലേ 12 പേരെ, അല്ലേ? അവരുടെ മേലുള്ള അധികാരം എന്തായിരുന്നു? അതോറിറ്റി എന്തായിരുന്നു? അവർ അപ്പോസ്തലന്മാരായിരുന്നു. അവർ അപ്പോസ്തലിക് അതോറിറ്റിക്കകത്തുള്ളവരാ. ഏമേ. അവർ ക്രിസ്തു യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാർ യേശുവിനോട് കൂടെ 3.5 വർഷം നടന്നു. ഏമേ. ഈ 3.5 വർഷം നടന്നിട്ടും അടുത്തത് യേശു ക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം. ഏമേ. ഈ പുനരുത്ഥാനത്തിന് ശേഷം വചനം നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് ആ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇവരെന്ത് ചെയ്തിരിക്കുക? ഇവർ ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് അടഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്നുണ്ടോ? അവരെന്ത് ചെയ്യുക? ഒരു മുറിക്കകത്ത് ഭയപ്പെട്ട് അടഞ്ഞിരിക്കുക. അവരുടെ നടുവിൽ വന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഭാഗങ്ങളായി വായിക്കുന്നത്, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? ആരോടാ ചോദിക്കുന്നേ? ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ കാലത്തിലാണോ ഇസ്രായേൽ എന്ന രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നത്? ആമേൻ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ടും, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും, അപ്പോസ്തലിക് അതോറിറ്റി ഉണ്ടായിരുന്നിട്ടും ഇവർ ചോദിക്കുകയാണ്, കർത്താവ്, ഈ കാലഘട്ടത്തിലാണോ ആമേൻ ഈ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നത്? അടുത്ത വചനം കർത്താവ് പറയുകയാണ്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അടുത്തത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ആമേൻ. എന്താ പറഞ്ഞേ? യേശുവിന്റെ കൂടെ നടന്നതുകൊണ്ട് പോലും കാര്യമില്ല കേട്ടോ. യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെ മേൽ അപ്പോസ്തലിക് അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ വചനം പറയുക, യേശു അവരുടെ നടുവിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിഷൻ നിങ്ങൾക്കറിയാമോ? ആമേൻ പറ. നിങ്ങളുടെ വിഷൻ, അവർക്ക് വിഷൻ അറിയാത്തത് കൊണ്ട് അവർ ചോദിക്കുകയാണ്, കർത്താവ്, ഈ കാലഘട്ടത്തിലാണോ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നത്? പക്ഷെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക, നിന്റെ വിഷൻ അതല്ല. നീ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്നുള്ളതാണ് നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ വിഷൻ. ആമേൻ പറ. ആമേൻ. കണ്ടോ? യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നില്ലേ? അവരുടെ മേൽ അധികാരമില്ലായിരുന്നു, അവരെ അധികാരപ്പെടുത്തിയില്ലേ? ഇതെല്ലാം നടന്നിട്ടും അവർക്ക് വിഷൻ അറിയത്തില്ലായിരുന്നു. ആമേൻ. ആമേൻ. നിങ്ങളുടെ വിഷൻ അറിയാമോ? 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 യേശു കർത്താവ് അവരുടെ നടുവിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു വിഷനുണ്ട്. നിങ്ങളുടെ വിഷൻ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്ത്
എത്രത്തോളം എൻ്റെ സാക്ഷികളായി മാറണം. അങ്ങനെ സാക്ഷികളായി മാറാനുള്ള ഈ വിഷൻ കൈമാറി അടുത്ത നിമിഷം കർത്താവ് പറയാ, എന്നാൽ അതിനു വേണ്ടി നിങ്ങളെ സഹായിപ്പാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈ വിഷനെ കംപ്ലീറ്റ് ചെയ്യും. ആമേൻ, ആമേൻ. ബ്ലസ്സി ആൻറ്റി, വിഷനുണ്ടോ? വിഷനുണ്ടോ? പലർക്കും മിഷനുണ്ട്, പക്ഷെ വിഷനില്ല. ആമേൻ. എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ആരാധനയുണ്ട്, എല്ലാ കാര്യമുണ്ട്, പക്ഷെ വിഷനുണ്ടോ? ഇന്നതാ പ്രശ്നം. വിഷനുണ്ടോ? എന്താ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിഷൻ? നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? അത് പ്രാപിച്ചില്ലെങ്കിൽ എന്താ നടക്കുന്നേ? മോളെ, ഇപ്പൊ നീ ഓസ്ട്രേലിയയിൽ പോവുക, ഓൾറെഡി നിനക്ക് അതിനെക്കുറിച്ചൊരു വിഷൻ ഉള്ളത് കൊണ്ടല്ലേ നീ ആ തരത്തിൽ പഠിച്ചത്? ആണോ? ആണോ? ആ തരത്തിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ വിഷനകത്തേക്ക് നിനക്ക് കയറാൻ പറ്റുമോ? പറയാനേ, ആ വിഷൻ അനുസരിച്ച് അവരെ ഗൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അവളെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, അതിനുള്ള റൂട്ടിലേക്ക് നിങ്ങൾ വിട്ടില്ലായിരുന്നെങ്കിൽ, അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്തുമായിരുന്നോ? മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് നമ്മെ കുറിച്ചുള്ള ഒരു വിഷനുണ്ട്. ആ വിഷനിലേക്ക് ഈ ദിവസങ്ങളിൽ സഭ കയറി വരണം. ഈ ദിവസങ്ങളിൽ ആ വിഷനെ പ്രാപിച്ചെടുക്കണം. ആമേൻ, ആമേൻ. എന്താ എന്നെ കുറിച്ചുള്ള വിഷൻ? അത് ഈ പകലിൽ എനിക്ക് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കുക. ഉടബര ഹന്തല റിഖലഘടകമന ധലഘടകമന. മോളെ, ഈ വിഷൻ നിനക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് നീ ഈ ഭാഗത്തേക്ക് എത്തി. ഈ വിഷൻ ഇല്ലായിരുന്നെങ്കിലോ എന്തായേനെ? പഠിക്കാൻ പറ്റുമോ? നമ്മൾ ആ തലത്തിൽ പോകുമോ? നമ്മൾ എവിടെ പോകും? നമ്മുടെ ഡെസ്റ്റിനി ചേഞ്ച് ആയി പോകും. നമ്മുടെ ഡെസ്റ്റിനേഷൻ പറ, ചേഞ്ച് ആവുമോ? അപ്പൊ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന്റെ വിഷനകത്തേക്ക് കയറിയേ മതിയാകും. ആമേൻ പറ, ആമേൻ പറ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വിഷനെ ഇന്ന് പകലിൽ സഭ പ്രാപിച്ചേ മതിയാകൂ. ആയിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? ദൈവത്തിന്റെ പദ്ധതി എന്താ? പ്ലാനുകൾ എന്താ? അതെനിക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ പറ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങൾ എന്തിനാ? അത്ഭുതം നടത്തിയത് അവനെ സ്വതന്ത്രമാക്കാൻ മാത്രമല്ല, അവനിൽ കൂടെ കെട്ടപ്പെട്ട് കിടക്കുന്നതും കൂടെ പുറത്തു വരാൻ വേണ്ടിയാ. ആമേൻ. എന്തിനാ മോളെ നിന്നെ ഓസ്ട്രേലിയയിലോട്ട് അയക്കുന്നേ? പക്ഷെ ഇന്ന് പകലിൽ നീ വിഷൻ പ്രാപിച്ചിട്ട് പോയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽപ്പുണ്ടെന്ന്. ആമേൻ. ഞാൻ പറഞ്ഞു, മറിയ എന്ന വ്യക്തി എന്താ ചെയ്തേ? യോസേഫിന്റെ ഭാര്യയായി എവിടെങ്കിലും ഒതുങ്ങിക്കൂടേണ്ട ഒരു പെൺകുട്ടിയാ. പക്ഷെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ദൂത് കൈമാറിയപ്പോൾ എന്താ കൈമാറിയത്? തന്നെ കുറിച്ചുള്ള വിഷനാ കൈമാറിയത്. ആമേൻ പറ. വിഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അതുവരെ ലോകം സാധാരണക്കാരി എന്ന് പറഞ്ഞെടുത്ത് ലോകത്തിന്റെ മുമ്പിൽ, ആമേൻ, ദേശത്തിന്റെ മുമ്പിൽ, ആമേൻ, കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മറിയ എന്ന വ്യക്തി അസാധാരണമായ ഒരു വ്യക്തിയായിരിക്കുകയാ. കാരണം അവൾ വിഷനകത്ത് സഞ്ചരിച്ചവളാ. സഭയെ, നിങ്ങളുടെ വിഷൻ എന്താ?
ഒരു സഭ പണിതു, 10 വിശ്വാസികൾ വന്നിരുന്നു, കൈയടിച്ചു പാടി ആരാധിച്ചു. ആമേൻ. എഴുന്നേറ്റ് പോകുന്നതാണോ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ? പ്രസംഗ കുറിപ്പുകൾ വാങ്ങിച്ച് പ്രസംഗം തയ്യാറാക്കി ആ പ്രസംഗങ്ങൾ പ്രസംഗിച്ച് തീരുന്നതാണോ എന്നെ കുറിച്ചുള്ള വിഷൻ? ആണോ? എന്താ വിഷൻ? ആമേൻ. അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിനൊരു വിഷൻ ഉണ്ടായിരുന്നു. നാളുകളിൽ നിന്റെ പേര് പറയുമ്പോൾ ലോക ജനത പറയണം, ആമേൻ, ഇവൻ വിശ്വാസത്തിന്റെ വിഷൻ ഉണ്ടെന്നേ. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു വിഷൻ ഉണ്ട്. ആ വിഷനെ നമ്മൾ പ്രാപിച്ചെടുക്കണം. ചോദിക്കുക, എനിക്കെല്ലാം ഉണ്ട്, ശരിയാ, പക്ഷെ ദൈവത്തിന്റെ വിഷൻ ഞാൻ പ്രാപിച്ചില്ലെങ്കിൽ ദൈവ നിയോഗത്തിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല. ആമേൻ. സഭയെ അത് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയും സഭയോട് അറിയിക്കാൻ പറയുകയും ചെയ്യുന്ന ഏരിയയാണിത്. സഭയെ, നിങ്ങളുടെ വിഷൻ എന്താ? പ്രാപിച്ചെടുക്ക. 10 കൺവെൻഷൻ നടത്തുന്നതാണോ നിന്റെ വിഷൻ? എന്താ വിഷൻ? യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരെ, നിങ്ങളുടെ വിഷൻ എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ മേൽ എന്റെ വിഷൻ എന്താണെന്ന് അറിയാമോ? നിങ്ങളെ ഞാൻ യെരൂശലേമിൽ അയക്കും, യഹൂദിയയിൽ അയക്കും, ശമരിയയിൽ അയക്കും. ആമേൻ. അവിടെ മാത്രം കൊണ്ട് നിങ്ങൾ ഒതുങ്ങത്തില്ല, ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ നിങ്ങളെ അയക്കും. ആമേൻ. എന്തിനാ? എന്റെ സാക്ഷിയാകാൻ. അതിന് നിങ്ങൾ റെഡിയാണോ? എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ആമേൻ പറ. ഒരു വിഷൻ പ്രാപിച്ചാൽ ആ വിഷനകത്തേക്ക് ആര് സ്റ്റെപ്പ് ചെയ്യുമോ ആ സ്റ്റെപ്പ് ചെയ്യുന്നവന്റെ കൂടെ സ്വർഗം ഇറങ്ങി നിൽക്കും. ആമേൻ പറ. ആമേൻ പറ. ഇന്ന് പകലിൽ കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? അത് വെളിപ്പെടുത്തി തരാൻ പറ. ഒരു മീറ്റിങ്ങിന് പോയി, ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, ഒരു ആരാധനയ്ക്ക് പോയി തിരികെ വീട്ടിൽ വന്നിരിക്കുന്നതാണോ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ? അല്ലേ? അല്ല, അല്ല. ആമേ. അല്ല ആന്റി, അങ്ങനെ അല്ല. ആരാ പറഞ്ഞേ? ദേശത്തിനകത്ത് നിന്നെയും നിന്റെ കുടുംബത്തെയും എഴുന്നേൽപ്പിച്ചതിന് ഒരു പദ്ധതിയുണ്ട്. ആമേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതെന്തിനാ? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. കേവലം വിശ്വാസിയായിരിക്കാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്, അതിനപ്പുറം നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ഇന്ന് തിരിച്ചറിയുക. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ നിർത്താൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? അബ്രഹാമേ, നിന്റെ വിഷൻ എന്താ? യോസേഫേ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വിഷൻ ഉണ്ട്. ഓ ആമേൻ. എന്നെ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ആത്മാവിൽ കർത്താവ് ഇടപെടുകയാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? പ്രാപിച്ചെടുക്ക. കേവലം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതല്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? 10 പേരെ കിട്ടിക്കഴിയുമ്പോൾ സഭയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കാനുള്ളതാണോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ? അതോ വർഷങ്ങൾ തോറും ഓരോ കൺവെൻഷൻ നടത്തുന്നത് മാത്രമാണോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ? നോ. പ്രാപിച്ചെടുക്ക. വിഷൻ ഇല്ലാതെ ഒരിക്കലും ദൈവത്തിന്റെ ഡെസ്റ്റിനേഷനകത്തേക്ക് ഒരുത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ.
ഡെസ്റ്റിനേഷൻ തിരിയപ്പെടട്ടെ. മറിയേ, യോസേഫിന്റെ ഭവനത്തിൽ ഒതുക്കപ്പെട്ടിരിക്കാനുള്ളവളല്ല നീ. ഒരു സ്ത്രീയെ കൊണ്ട് ലോകം മുഴുവൻ അടയപ്പെട്ടപ്പോൾ, ഹൗവ എന്ന സ്ത്രീയെ കൊണ്ട് ലോകം മുഴുവൻ അടയപ്പെട്ടപ്പോൾ, ഹൗവ എന്ന സ്ത്രീയുടെ അനുസരണക്കേട് മുഖാന്തരം ലോകം മുഴുവൻ അടയപ്പെട്ടപ്പോ, ശാപത്തിലേക്ക് പോയപ്പോ, രോഗങ്ങളിലേക്ക് പോയപ്പോ, ദാരിദ്ര്യത്തിലേക്ക് പോയപ്പോ, മരണത്തിലേക്ക് പോയപ്പോൾ, മറിയേ, നീ യോസേഫിന്റെ ഭാര്യയായി ചുമ്മാ ഇരിക്കാനല്ല നിന്നെ വിളിച്ചേക്കുന്നത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ അടയപ്പെട്ട തലമുറകളെ പുറത്തെടുക്കേണ്ടതിന് നിന്റെ ഉദരത്തിനകത്ത് ഒരു തലമുറ ധരിക്കണം. എന്താ വിഷൻ? ദൈവത്തിന്റെ വിഷൻ ചെറുതല്ല. ആരാ പറഞ്ഞ ചെറുതാണെന്ന്? അല്ല. അബ്രഹാമേ, നീ എലയാസറിനെ കൊണ്ട് ഒതുങ്ങാൻ ശ്രമിച്ചാൽ നിന്നെ കുറിച്ചുള്ള ദൈവിക വിഷനെ വെളിപ്പെടുത്തുകയാ. നീ ആകാശത്തേക്ക് നോക്ക, നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? എന്നാൽ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ ഞാൻ ആക്കി തീർക്കുമെന്ന്. ആരാ പറഞ്ഞേ നിന്നെ കുറിച്ചുള്ള വിഷയം ചെറുതാണെന്ന്? വലുതാ. പ്രായം കഴിഞ്ഞു പോയെന്ന് ആരാ പറഞ്ഞേ? സമയം കഴിഞ്ഞു പോയെന്ന് ആരാ പറഞ്ഞേ? ടൈം കഴിഞ്ഞു പോയെന്ന് ആരാ പറഞ്ഞേ? എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആ തലയിലോട്ട് കൈവച്ചിട്ട് പറ, കർത്താവേ, എനിക്ക് ആ വിഷൻ തുറന്നു തരണം. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ എന്താ? അത് വെളിപ്പെടുത്താൻ പറ. അതിലേക്ക് ഞാൻ സ്റ്റെപ്പ് ചെയ്യാന്ന് പറ. വിഷൻ ഇല്ലാത്തവർ ഒരു മുറിക്കകത്ത് ഭയപ്പെട്ട് ഒതുക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു റൂമിനകത്തിരിക്കുമ്പോൾ, വിഷൻ പ്രാപിച്ച അടുത്ത നിമിഷം വചനം പറയുന്നു, യെരൂശലേമിന്റെ മാളിക മുറിയിലേക്ക് അവർ ചെന്ന് ആ വിഷന് വേണ്ടി സ്റ്റെപ്പ് ചെയ്യുക. ആമേൻ. വിഷന് വേണ്ടി സ്റ്റെപ്പ് ചെയ്ത അടുത്ത നിമിഷം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ മേൽ ആ വിഷനെ പൂർത്തീകരിപ്പാൻ, അവരെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെന്ന്. യോസേഫേ, നിന്നെ കുറിച്ചുള്ള വിഷൻ നിന്റെ മുമ്പിൽ പലരും വണങ്ങും. മുട്ടുമടക്കും. കർത്താവേ, ആ വിഷനെ വെളിപ്പെടുത്തണം. വിഷനില്ലാത്ത മിഷൻ എല്ലാം അത് ദൈവത്തിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റില്ല. ആമേൻ. കാഴ്ചപ്പാടുകളില്ലാത്ത ഏതൊരു മിഷനും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷെ വിഷനോട് കൂടെ, ആമേൻ, അവർ ഇറങ്ങി തിരിച്ചപ്പോൾ വചനം പറയുന്നു, അവർ മുഖാന്തരം ഒരു സൗഖ്യമുണ്ടായി. അവർ മുഖാന്തരം ഒരു അത്ഭുതം നടന്നു. ആ അത്ഭുതത്തിനകത്ത് അവരോട് കൂടെ അത്ഭുതം പ്രാപിച്ചവൻ ചേർന്ന് നിന്നു. അടുത്തത്, ചേർന്ന് നിന്നപ്പോൾ അവരോട് കൂടെ ജനം ഓടിക്കൂടി. ആമേൻ. വിഷൻ പ്രാപിച്ചാൽ അടുത്ത നിമിഷം ആ വിഷനിലേക്ക് സ്റ്റെപ്പ് ചെയ്താൽ അതിനെ പൂർത്തീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരും. ഓ ജീസസ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണം. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണം. ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, തെരഞ്ഞെടുത്തിരിക്കുന്നത് എവിടെങ്കിലും ഒതുക്കപ്പെട്ടിരിക്കാനല്ല, ഒരു കംഫർട്ട് സോണിനകത്ത് ഇരിക്കാനല്ല. അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്
ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അതിനായി ഞങ്ങളുടെ വിഷനെ തുറന്നു തരണം. ദർശനങ്ങളിൽ കൂടെ, സ്വപ്നങ്ങളിൽ കൂടെ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ കൂടെ, ദൂതന്മാരിൽ കൂടെ അത് ഞങ്ങൾ വെളിപ്പെടുത്തി തരുമാറാകണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.